തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി വിലയിരുത്താനുള്ള CPI നേതൃയോഗങ്ങൾക്ക് തുടക്കമാകും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളുമാണ് ഇപ്പോൾ ചേരുക. ഇതിനിടെ അല്പസമയം മുമ്പ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തോൽവി ഗൗരവമായി പരിശോധിക്കുമെന്നും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികൾ അതേപ്പറ്റി ഗൗരവമായിട്ട് പരിശോധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അതേപ്പറ്റി ആത്മാർത്ഥമായി പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് തിരുത്തി മുന്നോട്ട് പോകും. ഇടതുപക്ഷം തീർച്ചയായിട്ടും തിരിച്ചു വരും. നാളെ LDF യോഗവും ചേരുന്നുണ്ട്. മുന്നണി കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഞങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം, ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല. എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഇത്തരമൊരു പ്രതികരണമുണ്ടായി? അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഇതെല്ലാം പരിശോധിച്ച് നല്ല തിരുത്തലിന് വിധേയമാവുക. ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച കാണിക്കുന്നുണ്ടെങ്കിൽ, തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുക എന്ന സമീപനമാണ്. അത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ എടുക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, തോൽവി ഉണ്ടായി എന്നുള്ളത് നേതാക്കന്മാർ പറയാതെ തന്നെ നാട്ടുകാർക്ക് മനസ്സിലായി. ഇനി മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് CPIMന്റെയും CPIയുടെയും നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് തുടങ്ങുന്നത്. മുഖ്യമന്ത്രി കൂടി എത്തിയാൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിശകലനത്തിലേക്ക്, ഗൗരവതരമായ വിശകലനത്തിലേക്ക് കടക്കും. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ സാരമായി ബാധിച്ചുവെന്ന പ്രാഥമിക നിഗമനമാണ് നേതാക്കൾ പങ്കുവെക്കുന്നത്. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണവും LDFന് എതിരായി എന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം വിവിധ തരത്തിലുള്ള വിശകലനങ്ങളും വിലയിരുത്തലുകളും ഈ യോഗത്തിലുണ്ടാകും. എന്തായാലും പൊതുവിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഗുണം ചെയ്തില്ല എന്ന ഒരു വിലയിരുത്തൽ CPIMന് ഉണ്ടായി. ഇന്നത്തെ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിലും മറ്റും അത്തരം പരാമർശങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വന്നതാണ് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ തിരിച്ചടി ഉണ്ടാക്കിയതെന്ന വിമർശനം CPI മുന്നോട്ട് വെക്കുന്നു. CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഈ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകിയ പ്രതികരണത്തിനുമെല്ലാം ഈ ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമായി എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ നേതൃയോഗങ്ങൾ ഉയർന്നു വരും. പൊതുവിൽ LDFന് ആഗ്രഹിച്ച ഒരു വിജയം, പ്രതീക്ഷിച്ച ഒരു വിജയം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഞെട്ടിക്കുന്ന തോൽവിയാണ് ഉണ്ടായെന്ന കാര്യം എല്ലാവരും ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.